ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിന്ന് ജമ്മു കാശ്മീർ പോവാണ്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ശ്രീ വൈഷ്ണവി ദേവി ടെമ്പിൾ. അപ്പോൾ നേരെ അത് വിസിറ്റ് ചെയ്യാൻ പോവാണ്. പോയി വന്നിട്ട് ബാക്കി വിശേഷമാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം കടലക്കറി. പുറത്ത് തപ്പസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്ന് റൂമിൽ നിന്ന് കഴിക്കുക. നമ്മളിത് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് ഡസ്റ്റ് പിടിച്ചെടുക്കായിരുന്നു. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ബോഡിയിൽ കുറച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടാവും വണ്ടി. അപ്പോൾ അതിനുവേണ്ടി വെള്ളം എടുക്കാൻ പോയിക്കാണ് കുട്ടൻ. എടുക്കണ്ടേ? ശരിക്കും എടുക്കടാ. അപ്പോൾ ഗൈസ്, നമ്മളിത് കറ്റാര എന്ന് പറഞ്ഞ ടൗണിലെത്തിയിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 10-15 കിലോമീറ്ററോളം, ഓൾമോസ്റ്റ് ഒരു 10-15 കിലോമീറ്റർ മാത്രമേ. അപ്പോൾ വീണയ്ക്ക് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് അവിടെ നടന്നു പോവാണ് ടിക്കറ്റ് കൗണ്ടറിന് തുടങ്ങി. അപ്പോൾ അമ്മയും കുട്ടനും അമ്മയും അവിടെയാണ്, ഞാൻ അച്ഛനും കൂടിയാണ് നേരെ നടന്നു പോകാൻ നോക്കുന്നത്. കണ്ടിട്ടെ. ഹലോ, നമസ്കാരം. ഞാൻ നടന്നു പോണ വഴിയാട്ടോ. നമ്മുടെ നടത്തം തുടങ്ങി. മോളിക്ക് പോകാൻ നടത്താൻ സ്റ്റാർട്ട് ചെയ്ത് കുട്ടൻ്റെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടാ ഞങ്ങളുടെ നടത്തം. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ. 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ നടന്ന് ബാക്കി യാത്ര കാണാം. നമുക്ക് ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. വേണ്ട ദാഹിച്ചു പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കും. പിന്നെ ഇടയ്ക്ക് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളിൽ നിന്ന് പഠിക്കും, കടകൾ പഠിക്കും. അങ്ങനെയാണ് എൻ്റെ വരുന്നത്. അവിടെ തന്നെ ഒരാളെ കാണുമ്പോഴേക്കും അലമ്പായി വിളിക്കാൻ വേണ്ടിയിട്ട് കണ്ട അടുത്ത വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം കണ്ടില്ലേ. നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന കണ്ടില്ല എല്ലാവരും. ഇവിടെ ഉണ്ട് നമ്മളാരെല്ലാം കണിക്കൊന്ന. ഒരു വടി കൊടുക്കുമ്പോൾ ഇവിടെ ഒരാൾ 2 വടിയായിട്ട് കുത്തി ഇറക്കണേ. എന്താ നോക്കേ. കിലോമീറ്റർ നടത്താം. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നടത്താം. ടോപ്പ് വരെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാണ്ട് അവിടെയൊക്കെ വഴിയുണ്ട്, നമുക്ക് കാണാൻ പറ്റി. ഗൈസ്, അങ്ങനെ പൂണാക്കിട്ട് കാട്ടുകോഴി കണ്ടിരിക്കാട്ടോ. കാരണം വണ്ടി ഉണ്ടോ ചെറിയ കുട്ടികളെ, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വാവളെ കൊണ്ടുപോകാനുള്ള വണ്ടിയാട്ടാ ഈ സാധനം, പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. ടൈം പോകുമ്പോൾ ഏകദേശം ഒരു 1 മണിയാവാറായി. ലൈവ് കിച്ചണാണ്. ഒന്ന് കൊടുക്കുക, അവിടുന്ന് പഠിക്കുക, നേരെ ഒന്ന് കൊടുക്കുക, മേടിക്കുക, പോവുക. നോക്കാൻ ബാക്കിയാണിട്ട് ഇന്നത്തെ രാത്രിത്തെ ഫുഡാട്ടത്. ഓൾമോസ്റ്റ് ഇത് എത്താറായിട്ടാ. അമ്പലം വരുന്നുട്ടോ. കുറച്ചും കൂടി ഉള്ളു ഇനി ബാക്കി എത്തിയിട്ടാണ്. നമ്മളിത് ഓൾമോസ്റ്റ് എത്താറായിട്ട് അവിടേക്ക്. ഇന്ന് കുറച്ചും കൂടി ദൂരം നടന്നിട്ട് ഞങ്ങൾ അവിടേക്ക് എത്തും. അങ്ങനെ ഞങ്ങള് വൈഷ്ണവി ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തു. ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും പ്രത്യേകതകൾ. ഒരു ഗുഹയുടെ ഉള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വൈഷ്ണവി, കാളി, പിന്നെ ലക്ഷ്മി, സരസ്വതി
സരസ്വതി, വൈഷ്ണവി, കാളി. അത് അത്രയും ഇരിക്കുന്ന ആ സ്ഥിതിയും അതിന്റെ ആ പ്രത്യേകതകളും കണ്ടു കഴിഞ്ഞാല് ലൈഫില് ഒരു ഗുഹയുടെ അകത്ത് ഓക്സിജൻ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതിനുള്ളില് ഇത്രയധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സ്പെഷ്യലാണ്. നിങ്ങളുടെ ജീവിതത്തില് ഈ 13 കിലോമീറ്റർ നടന്ന് ഇവിടെ വരിക, ഈ ഇതിന്റെ മുകളിൽ ഇത്രയും വലിയ മലകൾ കയറി വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെ വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ജയ് മാതാ.